ശ്രീ ടി പി സെൻകുമാർ സാറ്, ഇത്രയൊക്കെ വലിയൊരു ദേശീയോത്സവം നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഈ ഭാർഗവ ക്ഷേത്രത്തിൽ നടക്കുകയാണ്. അതൊരു ഗംഭീര വിജയമാവുകയാണ്. ഇപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും പറയുന്നത് കേട്ടു, ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി അവരൊരു കുറച്ച് പണം ഇങ്ങനെ പിരിച്ച് ഒരു ബസ് ബുക്ക് ചെയ്ത് ആ ബസ്സിലാണ് അവർ ഈ നിള ആരതി കാണാനും നിളയിൽ പുണ്യസ്നാനം നടത്താനും ഒക്കെ പോകുന്നത്. ഇത് ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊരു മഹാപ്രവാഹമായി ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷേ ഇങ്ങനെ ഇത്ര വലിയൊരു ദേശീയോത്സവം നടക്കുമ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട ചില ആളുകൾ, ഞാൻ വീണ്ടും ഐഫണിലിടുകയാണ്, പ്രധാനപ്പെട്ട ചില ആളുകൾക്കൊന്നും ഇങ്ങനൊരു പരിപാടിയേ നടന്നിട്ടില്ല എന്ന് പറയാനാണ് കൂടുതൽ ഇഷ്ടം. അവരൊക്കെ മതേതരത്വത്തെ പറ്റി ഭയങ്കരമായിട്ട് ഇങ്ങനെ വാചാലരാകുന്നുണ്ട്. പക്ഷേ ഈ പരിപാടിയെപ്പറ്റി പറയുമ്പോഴോ അവിടെ പോയിട്ടൊന്ന് പങ്കാളികളാകുകയോ ചെയ്തു കഴിഞ്ഞാൽ മതേതരത്വം തകർന്നു പോകുമെന്ന ഭയമുള്ളത് കൊണ്ടാണോ ഇവരാരും ഒന്നും മിണ്ടുന്നില്ല? തീർച്ചയായിട്ടും ഇതിൽ ആദ്യം തന്നെ ഞാൻ ആനന്ദവനം സ്വാമിജി മഹാമണ്ഡലേശ്വർജിക്ക് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. സ്വാമിജി ഇത് പറയുന്ന സമയം എനിക്ക് കൂടി വിശ്വാസമില്ലായിരുന്നു ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈ രീതിയിൽ ഇത് വിജയകരമായിട്ട് വരുമെന്ന്. അത് കാണിക്കുന്നത് നമ്മൾ സ്വാതന്ത്ര്യസമര കാലത്ത് ബാലഗംഗാധർ തിലകൻ, ലോകമാന്യം ബാലഗംഗാധർ തിലകൻ, അദ്ദേഹമൊക്കെ ഗണേശോത്സവം ജനങ്ങളെ സംഘടിപ്പിക്കാനായിട്ട് എങ്ങനെ ഉപയോഗിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് രണ്ട് കാര്യമാണ്. ഒന്ന്, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അവരൊത്തുചേരുന്നു. രണ്ട്, അവർക്ക് ആ വിശ്വാസം അത് ഉള്ളിലുണ്ട്. അത് ഇപ്പോൾ തികച്ചും അവസരം കിട്ടുന്ന സമയം അത് തികച്ചും പുറത്തു വരുന്നു. ഇനി പറയുകയാണെങ്കിൽ അവരുടെ ദേശീയബോധത്തിൽ കൂടി അതിന് സംഭാവന കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ എന്തുകൊണ്ട് കുറേ പേര് ഭാഗഭാക്കാകുന്നില്ല? ഇത് ഭാഗഭാക്കാകുന്നില്ല എന്നേ ഉള്ളൂ. ഇത് 3-ാം തീയതി, ഫെബ്രുവരി 3-ാം തീയതി കഴിഞ്ഞാൽ ഞങ്ങളാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്തത് എന്ന് പറഞ്ഞ് പല നേതാക്കളും വരാൻ സാധ്യതയുണ്ട്. കാരണം ശബരിമല അജിറ്റേഷൻ്റെ സമയത്ത് അത് കണ്ടതാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ടായിരിക്കണം ഇതിലൊന്നും പങ്കെടുക്കേണ്ട, പക്ഷേ പിന്നീട് ഒരു പ്രസ്താവന ഇറക്കാം, ഇതെല്ലാം ഞങ്ങളാണ് നടത്തിയത് എന്ന് പറയാനായിട്ടൊരു സാധ്യത ഇല്ല. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ നമ്മൾ പിൽഗ്രിമേജിനെ സംബന്ധിച്ച് എടുത്ത് നോക്കിയാൽ നമ്മുടെ ഭരണഘടന അനുസരിച്ച് തന്നെ പിൽഗ്രിമേജ് വിത്തിൻ ദ കൺട്രി, ഇന്ത്യക്കുള്ളിലെ പിൽഗ്രിമേജ് സ്റ്റേറ്റുകളുടെ ഒരു സബ്ജക്റ്റാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ മക്കയിലേക്ക് പോകുന്നതിനൊക്കെ, ഹജ്ജിന് പോകുന്നതിന് എല്ലാ സൗകര്യങ്ങളും, ഹജ്ജ് ഹൗസുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ അടക്കം എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, ചെയ്തു കൊടുക്കട്ടെ. പക്ഷേ അതേ കാര്യം എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ്റിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാര്യത്തിൽ അതൊരു പൊളിറ്റിക്കൽ കാര്യമാണ്, രാഷ്ട്രീയ കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഒരു ഏതെങ്കിലും മതപരമായിട്ടുള്ള കാര്യങ്ങളോ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ല. അത് ഒരു ഭാഗത്തു നിന്ന് സംഘടിതമായ വോട്ട് കിട്ടും എന്ന് അറിയാവുന്നതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതിന് വളരെ താല്പര്യം കാണിക്കുകയും, മറുഭാഗത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എത്ര നടന്നാലും ആ സംഘടിതമായിട്ടല്ല വോട്ട് വരുന്നത് എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടും. അതുപോലെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഞാൻ പറയാം. ഇതൊക്കെ ഇപ്പോൾ നവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെയോ അതല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നന്നായിട്ട് നടത്തുകയാണെങ്കിൽ കുറേ കൂടി നന്നായിരുന്നേനെ. അതിനെന്ത് വേണം? ഈ ക്ഷേത്രങ്ങളൊക്കെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കണം, വിശ്വാസികൾ ഭരണം നടത്തുന്നതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇതിൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് ആനന്ദവനം മഹാമണ്ഡലേശ്വര സ്വാമിജിയും അതുപോലെ അമൃതാനന്ദമയി അമ്മയും അതുപോലെ സ്വാമിജി അവദേശാനന്ദഗിരി മഹാരാജും ഒക്കെയാണ് ഇതിൻ്റെ ഇനീഷ്യേറ്റീവ് കൂടുതലെടുത്തത്. പിന്നെ അവിടെ നിന്ന് തിരൂരും ആ സ്ഥലങ്ങളിലുമൊക്കെയുള്ള നമ്മുടെ ആൾക്കാരുമാണ് ഇതിൽ പ്രധാനമായിട്ട് ആദ്യം പങ്കെടുത്തിട്ടുള്ളത്. എനിക്ക് അറിയാം എല്ലാവരെയും, അത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയുന്നില്ല.
പക്ഷേ എന്തുകൊണ്ട് സർക്കാരോ അതുപോലെ മറ്റ് കുറേ ആളുകളോ ഏറെ പറയുന്നു, ചില മാധ്യമങ്ങൾ നോക്കുക, ഇപ്പോൾ ജനം ടി വി ഒഴിച്ച് മറ്റ് ഏതൊരു ടി വികളാണ് ഇപ്പോൾ ഇത് ചർച്ച ചെയ്യുന്നത്? നിങ്ങൾ കണ്ടോളൂ, അടുത്ത വർഷം മുതൽ ഇതിന് മത്സരമായിരിക്കും. ഞങ്ങളാണ് ആദ്യം എന്ന് പറഞ്ഞ് മത്സരം നടത്തുന്നുണ്ട്. നമ്മളിത് ശബരിമലയിൽ കണ്ടതാണ് സാർ. ശബരിമലയിൽ അങ്ങ് കൃത്യമായി തന്നെ അത് മനസ്സിലാക്കി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശബരിമലയിൽ ഇപ്പോൾ ഹരിവരാസനം തത്സമയം കൊടുക്കാൻ മത്സരമാണ്. വലിയൊരു മാറ്റമാണത്. അതെ തീർച്ചയായിട്ടും അടുത്ത വർഷം മുതൽ ഇതിനൊരു മത്സരം നടക്കും. ഇത് പ്രക്ഷേപണം ചെയ്യാനായിട്ട് മത്സരം നടക്കും. കാരണം എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് മനുഷ്യർ, സ്ത്രീ പുരുഷ കുട്ടികൾ എല്ലാവരും അവിടേക്ക് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഭാരതത്തിൽ നിന്ന് മാത്രമല്ല, വിദേശങ്ങളിൽ നിന്ന് പോലും വിദേശികളടക്കം ഒഴുകിയെത്തുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് ഇവർക്ക് അധികം നാൾ പറ്റില്ല. ഇപ്പോഴവർ മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് മറ്റ് ചിലതിനെ പേടിച്ചിട്ടാണ്. ആ ചിലതിനെ എന്താണെന്ന് ഞാൻ പറയാതെ അറിയിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഭാഗത്തുള്ള ജനങ്ങളെല്ലാവരും ഇതുമായിട്ട് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ എക്കോണമിയെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. അവിടെയുള്ള ടാക്സിക്കാർക്ക് നന്നായിട്ട് വണ്ടിയുടെ ഓട്ടം കിട്ടുന്നുണ്ട്. അവിടെ കാറുകൾ പാർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ട്. ഭക്ഷണശാലകൾക്ക് എക്കോണമി, അതായത് പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയോടനുബന്ധിച്ച് ഏകദേശം എനിക്ക് തോന്നുന്നു 3.2 ലക്ഷം കോടി രൂപയുടെ ഒരു എക്കോണമിയാണ് അവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പടുത്തുയർത്തിയത്. അതുപോലെ ഇതിനും നല്ലൊരു എക്കോണമിക് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ എക്കോണമിക് ഇമ്പാക്റ്റ് കൂടി ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് മനസ്സിലായി ഇത് നടക്കുന്നത് കൊണ്ട് ഇതിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ലെങ്കിലും അവർക്കും ഇതുകൊണ്ട് വളരെ വലിയൊരു എക്കോണമി ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും നമ്മൾ അഭിനന്ദിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അവർ തീർച്ചയായിട്ടും ഇത്രയും നാൾ വളരെ നന്നായിട്ട് ഇതിൽ പങ്കെടുത്തിരുന്നു. ഈ ഒരു ചർച്ച പക്ഷേ ഞാൻ 3-ാം തീയതി രാത്രിയാണ് പ്രതീക്ഷിച്ചത്. കാരണം എന്താ വെച്ചാൽ 2-3 ദിവസം കൂടി ഇത് യാതൊരു കുഴപ്പവുമില്ലാതെ പോകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണുള്ളത്. കാരണം ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. കാരണം ഇപ്പോൾ അവിടെ ഒരു ചെറിയ അപകടം ഉണ്ടായാൽ, ഒരാളൊന്ന് വെള്ളത്തിൽ പോയാൽ അത് ലൈവായിട്ട് കൊടുക്കാനായിട്ട് ഇവിടെ വരാത്ത ചാനലുകാർ മത്സരിച്ചെഴുത്തും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണുള്ളത്. ഏതായാലും ഇത് കാണിക്കുന്നത് ഇത് വലിയൊരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ദേശീയബോധം, അതുപോലെ നമ്മുടെ സാംസ്കാരിക ബോധം, ഇതെല്ലാം ഉയർന്നു വരുവാനായിട്ട് ഇത് കാരണമായിട്ടുണ്ട്. അതിന് മുൻകൈ എടുത്ത സ്വാമിജിക്ക് പ്രത്യേകിച്ചും ഒരിക്കൽ കൂടി ഞാൻ പ്രണാമങ്ങൾ പറയുകയാണ്.